ബ്രിക്സ് കൂട്ടായ്മയുടെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ 10% അധിക നികുതി ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയോട് പ്രതികരിച്ചിരിക്കുകയാണ് ചൈന. വ്യാപാര തീരുവ യുദ്ധങ്ങളിൽ ആരും വിജയിക്കുന്നില്ലെന്നും പ്രൊട്ടക്ഷനിസം, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നയം കൊണ്ട് ഒരു വഴിയും തുറക്കുന്നില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞു. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തലിന്റെ ഭാഗമായി തീരുവകളെ ഉപയോഗിക്കുന്ന രീതിയെ മാവോ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. തീരുവ ചുമത്തൽ ആർക്കും നേട്ടമുണ്ടാക്കില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് സഖ്യം ചേരുന്ന ഏതൊരു രാജ്യത്തിനുമേലും 10% അധികം തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഈ നയത്തിൽ ആരെയും ഒഴിവാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. വ്യാപാര യുദ്ധങ്ങൾക്ക് എങ്ങനെ ആഗോള സമ്പദ് വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിയിടാനാകും എന്നതിനെക്കുറിച്ച് ബ്രിക്സ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഇതാണ് ട്രംപിനെ കുപിതനാക്കിയത്. മാത്രമല്ല, ഇറാനെതിരെ നടന്ന ആക്രമണത്തെയും ബ്രിക്സ് കൂട്ടായ്മ അപലപിച്ചിരുന്നു. ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഇസ്രയേലിനെയോ യുഎസിനെയോ നേരിട്ട് പരാമർശിക്കാതെയുള്ള ഈ കടുത്ത വിമർശനം. അതേസമയം 13 വർഷമായി ചൈനയിൽ തുടരുന്ന ഷീ ജിൻപിങ് യുഗം അവസാനിക്കുന്നതായുള്ള സൂചനയും ഇപ്പോൾ പുറത്തു വരികയാണ്. അധികാര കൈമാറ്റത്തിന് ചൈനീസ് പ്രസിഡന്റ് നീക്കങ്ങൾ ആരംഭിച്ചതായാണ് രാജ്യത്തു നിന്ന് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. ജൂൺ 30 നടന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗം പാർട്ടി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഷിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു. അധികാര കൈമാറ്റം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിലൂടെ ഷിൻ ജിൻപിങ് നടത്തിയിരിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ മെയ് മുതൽ പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഷീ ജിൻപിങ്ങിന്റെ നടപടി ഊഹാപോഹങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട്. ബ്രസീലിൽ ഞായറാഴ്ച ആരംഭിച്ച ബ്രിക്സ് ഉച്ചകോടിയിലും ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കുന്നില്ല. ആഗോളതലത്തിൽ ചൈന തങ്ങളുടെ സാന്നിധ്യം പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ബ്രിക്സിൽ നിന്ന് ആദ്യമായിട്ടാണ് ഷീ ജിൻപിങ് വിട്ടുനിൽക്കുന്നത് എന്നത് പ്രധാനമാണ്. ഷീക്ക് ചൈനയിൽ സ്വാധീനം കുറയുകയാണെന്നും 2 ആഴ്ചയായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതിന് കാരണം അതാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഷീക്ക് അസുഖമാണെന്നും മറ്റു ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 12 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ് ആണ് പകരമെത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബ്രിക്സിന് എത്തിയിരുന്നില്ല. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉള്ളതിനാലാണ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കാത്തത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് ഉച്ചകോടി. നിലവിൽ 10 അംഗരാജ്യങ്ങളാണുള്ളത്. ഇറാൻ അംഗമായിരിക്കെ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തോട് ബ്രിക്സ് എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന കാര്യവും ലോകം ഉറ്റുനോക്കിയിരുന്നു. ഗാസയിലെ യുദ്ധവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിയിൽ ബ്രിക്സിൽ ചർച്ചയാകുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. അതേസമയം ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയ ശേഷം ഇന്ത്യൻ പ്രതിനിധി സംഘം തിരിച്ചെത്തിയിരുന്നു. ഇന്ത്യ US വ്യാപാര കരാർ താമസിക്കാതെ തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. UK, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായാണ് ഇതുവരെ US കരാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.